പെട്ടെന്ന് ആ സ്ത്രീക്ക് തന്റെ വീട്ടിലൊരു അപരിചിതനുണ്ടെന്ന് മനസ്സിലായി. അവൾ അന്ധയായിരുന്നു, പക്ഷേ 20 വർഷത്തിലേറെയായി അവൾ ഈ വീട്ടിൽ താമസിച്ചിരുന്നു. അവൾക്കത് അനുഭവിക്കാൻ കഴിഞ്ഞു. മുറിയിലെ മറ്റൊരു സാന്നിധ്യം. അവൾക്കറിയാമെന്നവൾ സമ്മതിച്ചില്ല. അവൾ അവനെ ശ്രദ്ധിച്ചു എന്ന് അയാൾക്ക് മനസ്സിലായാൽ അയാൾ എന്തു ചെയ്യുമെന്നവൾ ഭയപ്പെട്ടു. അതിനാൽ അവൾ സംയമനം പാലിച്ചു. ഒന്നും തെറ്റില്ല എന്ന മട്ടിൽ അവളുടെ ദിവസം ചെലവഴിച്ചു. അവൾക്കറിയില്ലായിരുന്നു അകത്ത് കടന്ന പുരുഷൻ അവളെപ്പോലെ തന്നെ ശ്രദ്ധാലുവാണെന്ന്. അയാൾ ശബ്ദമുണ്ടാക്കാതെ ജനാലയ്ക്കരികിലിരുന്നു. അവൾക്ക് കാണാൻ കഴിയില്ലെന്ന് ഇതിനകം അറിയാവുന്നതുപോലെ. അയാൾ അവളെ തൊട്ടില്ല. അയാൾ അവളുടെ അടുത്തേക്ക് പോയില്ല. അയാൾ അവിടെ ഇരുന്നു. ഇടയ്ക്കിടെ പുറത്തേക്ക് നോക്കി. ഒരു കൊലപാതകം നടന്ന ഒരു റെയിൽവേ സ്റ്റേഷനെ അഭിമുഖീകരിച്ചാണ് ജനൽ. പോലീസ് പ്രദേശം മുഴുവൻ തടിച്ചുകൂടി. അതിനാൽ അവർ രണ്ടുപേരും ഈ നിശബ്ദമായ സംഘർഷത്തിൽ അകപ്പെട്ടു. രണ്ട് അപരിചിതർ വിചിത്രമായൊരു ക്രമീകരണത്തിൽ ഒരു ചെറിയ സ്ഥലം പങ്കിട്ടു. പരസ്പരം ജാഗ്രത പാലിച്ചു. വൈകുന്നേരമായപ്പോൾ ആ സ്ത്രീ കർട്ടനുകൾ വലിച്ചു മുകളിലേക്ക് പോയി വിശ്രമിക്കാൻ പോയി. ഒരു ദിവസം മുഴുവൻ ഭക്ഷണം കഴിക്കാനില്ലാതെ വിശന്നിരുന്ന ആ മനുഷ്യൻ റെഫ്രിജറേറ്റർ തുറന്ന് കുറച്ച് ബ്രെഡ് പുറത്തെടുത്ത് ദിവസങ്ങളായി കഴിക്കാത്തതുപോലെ ഭക്ഷണം കഴിച്ചു. പിന്നെ അയാൾ ജനാലയ്ക്കരികിലെ തന്റെ സ്ഥലത്തേക്ക് മടങ്ങിപ്പോയി. രാത്രി മുഴുവൻ തറയിൽ കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ ആ സ്ത്രീ ഒറ്റയ്ക്ക് പ്രഭാഷണം കഴിച്ചു. അവൻ ഇപ്പോഴും അവിടെയുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. പരപക്ഷേ അവളുടെ ഞരമ്പുകൾ സ്ഥിരപ്പെടുത്താൻ വേണ്ടി അവൾ സ്വീകരണ മുറിയിലേക്ക് നടന്ന് പിയാനോയിലിരുന്നു. അവളെ സംരക്ഷിക്കാൻ ഈ വീട്ടിൽ ആരും അവശേഷിച്ചില്ല. അവളുടെ കുടുംബം ഓരോരുത്തരായി അവളിൽ നിന്നകന്നു. സിയാവോ മാൻ അമ്മയെ ചെറുപ്പത്തിൽ തന്നെ നഷ്ടപ്പെട്ടു. അവൾ ഒരു ദിവസം പുറത്തേക്ക് നടന്നു, ഒരിക്കലും തിരിച്ചു വന്നില്ല. സിയാവോ മാൻ അവളുടെ അച്ഛനോടൊപ്പം വളർന്നു. മിഡിൽ സ്കൂളിൽ കുട്ടികൾ തന്നെ കടന്നുപോകുന്നതും ചിരിക്കാൻ തിരിഞ്ഞു നടക്കുന്നതും അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവൾ അവരുടെ വഴി നോക്കിയ നിമിഷം അവർ സ്വാഭാവിക നിലയിലേക്ക് മടങ്ങി വന്നു. ഒന്നും സംഭവിക്കാത്തതുപോലെ മുഖങ്ങൾ ശൂന്യമായി. പിന്നീട് ആരോ അവളുടെ പുറകിൽ കുറിപ്പുകൾ ഒട്ടിക്കുന്നുണ്ടെന്ന്. ഒരു തമാശ. അവൾ ഒരു കുളിമുറി സ്റ്റോളിൽ സ്വയം പൂട്ടിയിട്ട് വളരെ നേരം കരഞ്ഞു. ചിരി വീണ്ടും ആവർത്തിച്ചു എന്ന് സങ്കല്പിച്ചു. ഹാളുകളിൽ ഒരു സൂചനയുമില്ലാതെ പൂർണ്ണമായും അറിയാതെ നടക്കുന്നതായി സങ്കല്പിച്ചു. അതിന്റെ നാളക്കേട് അവളുടെ അസ്ഥികളിൽ പതിഞ്ഞു. അതിനുശേഷം അവൾ സ്വയം വിശ്വസിക്കുന്നത് നിർത്തി. സ്കൂളിലെ ഒരു ഇടനാഴിയിലൂടെ കടന്നുപോകുമ്പോഴെല്ലാം, സമീപത്തുനിന്ന് ചിരി കേൾക്കുമ്പോഴെല്ലാം അവളുടെ വയറ് തളരും. അവർ വീണ്ടും എന്നെ നോക്കി ചിരിക്കുന്നു. അവൾ എപ്പോഴും പഞ്ച് ലൈൻ ആകാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നീട് ഹൈസ്കൂൾ വന്നു. അതോടൊപ്പം ഒരു വാഹനാപകടവും. അവൾക്ക് കാഴ്ച നഷ്ടപ്പെട്ടു. അവൾ പഠനം ഉപേക്ഷിച്ച് വീട്ടിലേക്ക് അവളുടെ അച്ഛന്റെ അടുത്തേക്ക് മടങ്ങി. അവൻ അവളെ അതിയായി സ്നേഹിച്ചു. നേരത്തെയുള്ള ഷിഫ്റ്റിന് മുൻപുള്ള രാത്രികളിൽ പോലും ബ്രെയിലിലുള്ള ഒരു കാർഡിൽ ഓരോ അക്ഷരം കൈകൊണ്ട് വാക്കുകൾ അമർത്തിക്കൊണ്ടാണ് അവൻ വൈകിയും ഉണർന്നിരുന്നത്. രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് മേശപ്പുറത്ത് അവൾക്കായി എന്തോ ഉണ്ടെന്ന് അവൻ അവളോട് പറയുമായിരുന്നു. സിയാവോ മാൻ കാർഡിന് മുകളിലൂടെ വിരലുകൾ ഓടിച്ചു. ഓരോ വാക്കും ജന്മദിനാശംസകൾ സിയാവോ മാൻ. പെട്ടിയുടെ ഉള്ളിൽ അവന്റെ ഒരു മാലയുണ്ടായിരുന്നു. അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം ഫോൺ റിംഗ് ചെയ്തു. അവളുടെ അച്ഛൻ ഒരു അപകടത്തിൽപ്പെട്ടിരുന്നു. മൃതദേഹം തിരിച്ചറിയാൻ അവൾ ഓടി. അവൾ കൈകൾ അവന്റെ മേൽ വെച്ചു. അവന്റെ തൊലി തണുത്തു. അപ്പോൾ അവൾ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് അവൾക്കറിയാമായിരുന്നു. ശവസംസ്കാര ചടങ്ങിൽ ഒരു ബന്ധു അവളെ മാറ്റി നിർത്തി അവളുടെ അമ്മയെ പുറത്തു കണ്ടതായി പറഞ്ഞു. അവൾ അകത്തേക്ക് വന്നില്ല. അവളൊരു കുടക്കീഴിൽ നിൽക്കുകയായിരുന്നു. സിയാവോ മാൻ ജനാലയ്ക്കരികിലേക്ക് നടന്നു. മങ്ങിയ ഓർമ്മയിൽ നിന്ന് അവളുടെ അമ്മ എങ്ങനെയിരിക്കുമെന്ന് അവൾ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു. അവൾ ഉറക്കെ വിളിച്ചു, അമ്മേ, അമ്മേ, വീണ്ടും വീണ്ടും. അവളുടെ അമ്മ മറുപടി പറഞ്ഞില്ല. സ്റ്റേഷനിലേക്ക് ഒരു ട്രെയിൻ വന്നു. അവളുടെ അമ്മ പോയി. അവൻ വന്നതിന് ശേഷമുള്ള 2 ദിവസത്തിനുള്ളിൽ അപരിചിതൻ അവളുടെ നേരെ വിരൽ പോഞ്ചിയില്ല. സിയാവോ മാൻ നിശബ്ദമായി അവനെ പരീക്ഷിക്കാൻ തുടങ്ങി. വിശ്രമിക്കുന്നതിനിടയിൽ അവൾ സ്പേസ് ഹീറ്റർ കഴിയുന്നത്ര ഉയരത്തിൽ കയറ്റി. ഒളിഞ്ഞു നോക്കി അത് താഴ്ത്തിയാൽ അയാൾ പിടിക്കപ്പെടാൻ സാധ്യതയുണ്ട്. മറ്റൊരു ദിവസം അവൾ ഉയർന്ന ഷെൽഫിൽ എന്തോ എടുക്കാൻ ഒരു സ്റ്റൂളിൽ കയറി. അവൾക്കത് കൃത്യമായി എടുക്കാൻ കഴിഞ്ഞില്ല.